നമസ്കാരം. വിജയന്റെ മൂട് താങ്ങിക്കൊണ്ട് നടന്നാൽ ആസനം പൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞ CPIM പുതിയൊരു ഹീറോയെ തപ്പി നടന്നപ്പോൾ അവരുടെ കയ്യിൽപ്പെട്ടതാണ് ജോൺ ബ്രിട്ടാസ്. പൊതുവെ നമ്മൾ കണ്ടു ശീലിച്ച രണ്ടു തരം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ആ രണ്ടു തരക്കാരിൽ നിന്നും വ്യത്യസ്തനാണ് ബ്രിട്ടാസ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. MV ഗോവിന്ദിനെയും P രാജീവിനെയും M സ്വരാജിനെയും പോലുള്ള അവർക്ക് പോലും മനസ്സിലാവാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബുദ്ധിജീവി നാട്യം നടത്തുന്ന കൃത്രിമക്കാരാണ് ഒരു പറ്റം. പിണറായി വിജയനെ പോലെയുള്ള അഹങ്കാരവും ധാർഷ്ട്യവും കലർന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ. ഈ രണ്ടു കൂട്ടത്തിലും പെടാതെ ലളിതമായി സംസാരിക്കാൻ അറിയാവുന്ന, മറ്റുള്ളവരോട് പുഞ്ചിരിക്കാൻ അറിയാവുന്ന പുതിയ മുഖമാണ് ബ്രിട്ടാസ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. എന്നാൽ ബ്രിട്ടാസിനും ഈ CPMന്റെ കള്ളത്തരവും നുണയും വ്യാജ പ്രചരണവും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത് ബ്രിട്ടാസ് പുനരവതാരത്തിന് ശ്രമം നടത്തുന്നത്. ഈ കള്ളത്തരത്തിന്റെ പ്രതീകമായി രണ്ട് കാര്യങ്ങൾ ശ്രീമാൻ ബ്രിട്ടാസിനോട് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് ഐഷി ഘോഷ് എന്ന SFI നേതാവിന്റെ പേരിൽ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടു. പാറ്റ സമരത്തിന്റെ വിജയത്തിൽ മനം നൊന്ത് ഐഷി ഘോഷിനോട് പക വീട്ടാൻ വേണ്ടി ഡൽഹി പോലീസ് CPMന്റെ കേന്ദ്ര ഓഫീസിൽ കടന്നു കയറിയത് എങ്ങനെയാണ് കോടതിയെ കൊണ്ട് തിരുത്തിച്ചത് എന്ന് പറഞ്ഞായിരുന്നു ബ്രിട്ടാസ് ആവേശം കൊണ്ടത്. ഡൽഹി ഹൈക്കോടതി ഐഷി ഘോഷിന്റെ പേരിലുള്ള വാറണ്ട് റദ്ദാക്കി എന്ന് പറഞ്ഞ് ആവേശത്തോടുകൂടി ബ്രിട്ടാസ് ആഞ്ഞടിച്ചു സോഷ്യൽ മീഡിയയിൽ. ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത അത് തന്നെയാണ്. ഐഷിക്കെതിരായ വാറണ്ട് റദ്ദാക്കി, വേട്ടയ്ക്ക് തിരിച്ചടി, അനാവശ്യ അറസ്റ്റ് നീക്കം ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയത്തിൽ പോലീസ് അഭിഭാഷകൻ കോടതിയിലെത്തിയില്ല. എന്തൊരു നുണയാണ് ബ്രിട്ടാസെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഐഷി ഘോഷിനെതിരെ ഉള്ളത് ജാമ്യമുള്ള വകുപ്പ് പ്രകാരമായ കുറ്റമായിരുന്നു. ഐഷി ഘോഷ് കോടതിയെ ധിക്കരിച്ചതുകൊണ്ട് പലതവണ സമൻസ് അയച്ചിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നത് കൊണ്ടാണ് വാറണ്ട് അയച്ചത്. ജാമ്യമുള്ള വകുപ്പിലെ കുറ്റകൃത്യമാണ് നമ്മുടെ മേൽ ചുമത്തപ്പെട്ടതെങ്കിലും കോടതി സമൻസ് അയച്ചിട്ട് ചെന്നില്ലെങ്കിൽ വാറണ്ട് അയക്കും. വാറണ്ട് അയക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ബാധ്യത പോലീസിനാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ ജാമ്യമുള്ള വകുപ്പായതുകൊണ്ട് അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തുവിടും. അല്ലാതെ വാറണ്ട് ഉള്ളത് കൊണ്ട് പിടിച്ച് ജയിലിലിടാറില്ല. ഇതാണ് ഈ നാട്ടിലെ നിയമ സംവിധാനം എന്നറിയാം. അത് തന്നെയാണ് ഐഷിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഇതുവരെ കോടതിയുടെ സമൻസിനെ പുച്ഛിച്ച് തിരിഞ്ഞു നോക്കാതിരുന്ന ഐഷി ഒടുവിൽ കോടതിയിലെത്തി ജാമ്യമെടുത്തു. സ്വാഭാവികമായും കോടതിയിലെത്തി ജാമ്യമെടുക്കുമ്പോൾ വാറണ്ട് റദ്ദാക്കുക നിയമ സംവിധാനത്തിലെ പതിവാണ്. മാത്രമല്ല, കുറ്റം സമ്മതിച്ച് 1000 രൂപ പിഴ അടച്ചു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നിസ്സാരമായി പെറ്റി കേസാണ്, 1000 രൂപ പിഴയടച്ചാൽ കേസേ തീരും. ഇതാണ് സംഭവിച്ചത്. എന്നിട്ടും എന്തിനാണ് ബ്രിട്ടാസും ദേശാഭിമാനിയും ഒക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചരിത്ര വിജയം എന്ന തരത്തിൽ ആഘോഷിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാം വിഡ്ഢികളായതുകൊണ്ട് ഈ പൊതുസമൂഹവും വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതുകയാണോ? അതങ്ങ് വിട്ടുകളയാം ബ്രിട്ടാസ്, രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ. പക്ഷേ ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ പാറ്റകളെ സംഘടിപ്പിച്ച് വിജയം കൈവരിച്ചത്. അതിൻ്റെ പേരിലാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ CPMന്റെ രക്ഷകനായി പുനരവതാരത്തിന് ശ്രമിക്കുന്നത്. പക്ഷെ ബ്രിട്ടാസ് മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട്. കേന്ദ്ര സർക്കാർ ഉടനടി നടപടിയെടുത്തിരുന്നു. ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിച്ച് ക്രമക്കേട് കാണിച്ചവരെ പിടിച്ചു ജയിലിൽ അടച്ചു. പരീക്ഷയുടെ നടത്തിപ്പ് സംവിധാനം മുഴുവൻ അഴിച്ചുപണിയാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പുതിയ നിയമം കൊണ്ടുവന്നു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്തു. പക്ഷെ കഴിഞ്ഞ വർഷം നിങ്ങളിവിടെ ചെയ്തു കൂട്ടിയത് എന്തെല്ലാം തോന്നിയാസങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന 2 വാർത്തകൾ ഞെട്ടിക്കുക മാത്രമല്ല, നീതിബോധമുള്ള മനുഷ്യരെ കരയിക്കുക കൂടി ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്. പ്ലാനിംഗ് ബോർഡിന്റെ ചീഫ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷാ തട്ടിപ്പ്. 10 ചോദ്യങ്ങൾ വിട്ടുകളഞ്ഞെന്നും അവ പരിഗണിക്കാതെയാണ് ഉത്തരം നോക്കിയതെന്നുമായിരുന്നു നമ്മൾ പറഞ്ഞത്. PSC ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം മൂലം അവർ വിട്ടുപോയതായിരിക്കുമെന്നായിരുന്നു ഈ ആരോപണം ഉന്നയിച്ച നമ്മളൊക്കെ കരുതിയത്. എന്നാൽ അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അഴിമതിയും തട്ടിപ്പുമാണ്. ഇതറിയാതെ വിട്ടുപോയതല്ല, മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണ്. CPM യൂണിയൻ നേതാവായ വാട്ടർ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അരുൺ ജെ പ്രതാപ്. 1,66,000 രൂപ അടിസ്ഥാന സാലറിയുള്ള ഈ പണിയിലേക്ക് അരുണിനെ തിരികെ കയറ്റാൻ പിണറായി സർക്കാർ തീരുമാനിക്കുന്നു. അതിനവർ PSCയുടെ കൂട്ടു തേടുന്നു. പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. ഉത്തരക്കടലാസുകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ പ്രധാനപ്പെട്ട
10 ചോദ്യങ്ങൾ അരുണിന് ഉത്തരവെഴുതാൻ കഴിഞ്ഞില്ല. അതൊഴിവാക്കി ഉത്തരക്കടലാസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അരുൺ റാങ്ക് ലിസ്റ്റിന്റെ 7 അയൽപ്പക്കത്തില്ല. അതുകൊണ്ട് അരുൺ എഴുതാതെ പോയ 10 ചോദ്യങ്ങൾ ഈ ചോദ്യക്കടലാസിൽ നിന്ന് തന്നെ അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ആ 10 ചോദ്യങ്ങൾ, അതായത് അരുൺ തെറ്റിച്ച 10 ചോദ്യങ്ങൾ ആരുടെയും നോക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതിയ മറ്റുദ്യോഗാർത്ഥികളുണ്ട്. അവരുടേതടക്കം ആരുടെയും ഈ 10 ചോദ്യങ്ങൾ പരിശോധിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അരുൺ ശരിയായി എഴുതിയ ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി അരുണിനെ 1ാം റാങ്കുകാരനാക്കി 1,66,000 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ ജോലി കൊടുത്ത് നിയമിച്ചു. നോക്കൂ, എന്തൊരു നെറികേടാണ് കാട്ടിയതെന്ന്. PSC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ ഊളന്മാരാക്കിക്കൊണ്ട് അവരുടെ വിജയം ഒരു CPM നേതാവിന് വേണ്ടി തട്ടിപ്പറിച്ചു കൊടുത്തു ഈ കശ്മലന്മാർ. എന്തുകൊണ്ടാണ് ഈ 10 ചോദ്യങ്ങൾ വിട്ടുപോയത് എന്നതിനെ കുറിച്ച് IG അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോഴാണ് 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ബോധപൂർവം വിട്ടുകളഞ്ഞത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മനസ്സിലാവുന്നത്. ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത PSCയിലെ ഉദ്യോഗസ്ഥന്മാർ പ്രതി ചേർക്കപ്പെടുമെന്ന് ഉറപ്പാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി PSCയെ പ്രതി ചേർത്തുകൊണ്ട് ഒരു FIR നിലവിൽ വന്നു കഴിഞ്ഞു. ആരൊക്കെയാണ് കുറ്റകൃത്യം ചെയ്തത് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ പ്രതിപട്ടിക പൂർത്തിയാവൂ. ഇവിടെ അവസാനിക്കുന്നുണ്ടോ ഇവർ നടത്തിയ തട്ടിപ്പുകൾ? ഏതാണ്ട് 90 പരീക്ഷകൾ PSC ഇത്തരത്തിൽ അട്ടിമറിച്ചു എന്നാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത്. ഈ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത് CPM നിയോഗിച്ച PSC ചെയർമാൻ ബൈജു അടക്കമുള്ള കശ്മലന്മാരാണ്. ഇവരെയൊക്കെ പ്രതി ചേർക്കുക തന്നെ വേണം. ഇനി മറ്റൊരു വിചിത്രമായ കഥ കൂടി കേട്ടോളൂ. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊരു തസ്തികയിലേക്ക് PSC പരീക്ഷ നടത്തുന്നു. UGC നെറ്റ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല ഈ തസ്തിക. അതുകൊണ്ട് PSCക്ക് നേരിട്ട് പ്രത്യേകം പരീക്ഷ നടത്തി എടുക്കാം. ഈ പരീക്ഷയിൽ വേണ്ടത് ബിരുദാനന്തര ബിരുദവും തത്തുല്യമായ യോഗ്യതകളുമാണ്. അത്തരം ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എഴുത്ത് പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് 92 മാർക്കാണ്. എഴുത്ത് പരീക്ഷ എഴുതി ഉയർന്ന മാർക്ക് നേടിയ ഒരാൾ PhD-കാരനായിരുന്നു. എല്ലാവർക്കും തന്നെ വേണ്ടത്ര യോഗ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ ആരെയും അഭിമുഖത്തിന് പോലും വിളിച്ചില്ല. അഭിമുഖത്തിന് വിളിച്ചതും തെരഞ്ഞെടുത്തതും 27 മാർക്ക് മാത്രം നേടിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 92 മാർക്കുകാരനെ അഭിമുഖത്തിന് വിളിക്കാതെ 27കാരനെ അഭിമുഖത്തിന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ആ 27കാരൻ CPM-ന് വേണ്ടപ്പെട്ട ആളായിരുന്നു. എന്നിട്ട് അവർ എങ്ങനെ ഒപ്പിച്ചു? അഭിമുഖത്തിന് പരമാവധി മാർക്ക് കൊടുക്കുന്നു. അഭിമുഖത്തിനുള്ള ആകെ മാർക്കായ 40-ൽ 36 മാർക്കും 1ാം റാങ്കുകാരന് കൊടുക്കുന്നു. 2ാം റാങ്കുകാരന് അഭിമുഖത്തിന് കൊടുത്തത് 11 മാർക്ക്. അങ്ങനെ മൊത്തം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 27 മാർക്ക് എഴുത്തു പരീക്ഷയിൽ കിട്ടിയവൻ ഒന്നാമതെത്തി. PSCയുടെ നിയമമാണ് അഭിമുഖത്തിന് 70% കൂടുതൽ മാർക്ക് കൊടുക്കരുതെന്ന്. അതൊന്നും ഇവർക്ക് ബാധകമായിരുന്നില്ല. എല്ലാ തട്ടിപ്പുകളും ഇങ്ങനെയാണ് ഇവർ നടത്തിയത്. PSC എന്ന പേരിൽ CPM-കാരെ കുത്തി നിറച്ച് അവർക്ക് ആജീവനാന്തകാലം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് കുറെ അടിമകളായ കമ്മി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് അവർ നടത്തിയ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്ത് ബ്രിട്ടാസിന് ശബ്ദമില്ലാത്തത്? UGC നീറ്റ് പരീക്ഷയെക്കുറിച്ച് മാത്രം പ്രതികരിച്ചാൽ മതിയോ? ഇവിടെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച് അവർക്ക് അർഹതപ്പെട്ട തൊഴിൽ മുഴുവൻ അടിച്ചു മാറ്റിയ CPM കമ്മിക്കൂട്ടങ്ങൾക്ക് നേരെ ശബ്ദിക്കാൻ ഉളുപ്പുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് തയ്യാറാവണം. ഉണ്ടാവില്ല. ഇതെല്ലാം 2 തരം സമീപനമാണ്. കേന്ദ്ര സർക്കാരിനും BJP-യെ മാത്രമേ വിമർശിക്കൂ. ആ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് ബാധകമല്ല, അതൊക്കെ മോദിക്ക് മാത്രം ബാധകമാണ്. എന്തായാലും ഈ PSC തട്ടിപ്പിൽ CPM അടിമയായ ചെയർമാൻ MR ബൈജുവും ഒരു ഡെപ്യൂട്ടി രജിസ്ട്രാറും ഒരു ജൂനിയർ സൂപ്രണ്ടന്റും ഒരു സിസ്റ്റം അനലിസ്റ്റും കുടുങ്ങുമെന്നും പ്രതി ചേർക്കപ്പെടുമെന്നും തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. ഇവരെയൊക്കെ അകത്താക്കി ഇവിടുത്തെ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.